വെൽക്കം ഓൾ, വെൽക്കം ടു ദ ന്യൂ സെക്ഷൻ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. അപ്പോൾ ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് വ്യാപാർ എന്നാണ്. ആ വ്യാപാറിൻ്റെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് വ്യാപാർ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർസ്. ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഫസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാഷ്ബോർഡാണ് കാണുന്നത്. ഈ ഡാഷ്ബോർഡിൽ ഡെമോ വെർഷനാണ് ഇതിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഡാഷ്ബോർഡിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരുന്നത്. സെയിൽസ്, അതുപോലെ എക്സ്പെൻസസ് എന്നിങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ റെസീവ്ഡ്, അതുപോലെ യുവർ പേ, പർച്ചേസ് എന്ന് പറഞ്ഞ് റിമൈൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഫസ്റ്റ് ഡാഷ്ബോർഡിൽ തന്നെ അവർ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് മെനു ഐറ്റംസിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഐക്കൺസ്, ഇവിടെ ഒരു ഹോം എന്ന് പറയുന്ന ഒരു ഐക്കൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ഫസ്റ്റ് ഇവർ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടീസ് എന്ന് പറഞ്ഞിട്ടാണ്. പാർട്ടീസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറാണ്. അപ്പോൾ ആ പാർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടും ചെയ്യാം. രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് കൂടുതൽ പാർട്ടീസ് ഉണ്ടെങ്കിൽ എക്സലിൻ്റെ ഫയലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുതിയ പാർട്ടീസിനെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. 1 by 1 ആയിട്ട് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ 1 by 1 ആയിട്ട് ആഡ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഐറ്റം എന്നുള്ള ഒരു ബട്ടണാണ് കാണുന്നത്. അപ്പോൾ ഐറ്റം എന്നുള്ളത് നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഐറ്റം ആഡും ഇതുപോലെ തന്നെയുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഫസ്റ്റ് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 3 സെക്ഷനായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിലിവിടെ ഈ ഒരു ഫോർമാറ്റ് എക്സലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഐറ്റംസ് രണ്ട് വിധത്തിൽ നമുക്ക് ഇവിടെ എക്സലിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ സെയിൽസ് ആണ് വരുന്നത്. സെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻസാണ്. ഇപ്പോൾ സെയിൽസിൽ വരുന്നത് എന്താണെന്ന് നോക്കാം. ഓരോ മാസം ഫസ്റ്റ് വരുന്ന ഡേറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാഫ്, എക്സൽ, പ്രിൻ്റ്, ഈ ഒരു 3 ഓപ്ഷൻ ഈ ഒരു ഇൻഡോയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ താഴെയായിട്ട് കാണിക്കുക പെയ്ഡ്, അൺപെയ്ഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇക്വേഷൻസും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞതിൻ്റെ ശേഷം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ഇവിടെ ആഡ് സെയിൽ, നമുക്കിവിടെ ആഡ് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് കൊടുക്കുന്നത്. ഇതേ ഓപ്ഷൻ തന്നെ മുകളിലായിട്ട് കുറച്ചുകൂടി ഭംഗിയിൽ ആഡ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ സെയിൽസ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. സെയിൽസ് ഇൻവോയ്സിലാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എസ്റ്റിമേറ്റ് കൊട്ടേഷൻ. ഇപ്പോൾ സെയിൽ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ എസ്റ്റിമേറ്റ്, അതായത് കൊട്ടേഷൻ കൊടുക്കാമെന്ന് പറയും, എസ്റ്റിമേറ്റ് കൊടുക്കുക, ആ ഒരു ഫംഗ്ഷൻ കൂടി ഈ ഒരു സിസ്റ്റത്തിൽ ഇവിടെ ചെയ്യുന്നുണ്ട്. യു ആഡ് യുവർ ഫസ്റ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേയ്മെൻറ്റ് ഇൻ എന്ന് പറയുന്ന അടുത്തായിട്ടുള്ളൊരു ബട്ടൺസ് കൊടുക്കുന്നത്. അതായത് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും ഇതുപോലെ തന്നെ ദിസ് മന്ത്, അതുപോലെ ഓപ്ഷൻ ദിസ് മന്ത് പിന്നെ കൊടുത്തിട്ടുണ്ട്. ടൂവും അതുപോലെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഏത് മാസം. അതുപോലെ തന്നെ അതേ ഇതിൽ തന്നെ എക്സ്പോർട്ട് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതും പ്രിൻ്റ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ പേയ്മെൻറ്റ് ഇൻ ആൻഡ് ഡേറ്റ്, അതുപോലെ ഈ ഒരു ഓപ്ഷനും കൂടി ഇവിടെ 1 by 1 ആയിട്ട് ആഡ് പേയ്മെൻറ്റ് ഇൻ എന്നുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ സെയിൽസ് ഓർഡർ ആണ് അടുത്തായിട്ട് വരുന്നത്. സെയിൽസ് ഓർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അത് 2 വിധത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെയിൽസ് ഓർഡർ നമ്പർ 1ഉം അതുപോലെ തന്നെ ഓൺലൈൻ ഓർഡേഴ്സുമായിട്ട് 2 സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആഡ് സെയിൽസ് കൊടുക്കുക. നമുക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെക്കുറിച്ച് പറയാണ്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് ഡെലിവറി ചലാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡെലിവറി ചലാനിൽ ഈ ഒരു വിൻഡോയാണ് വരുന്നത്. ബില്ലിംഗ് സെക്ഷൻ, അതായത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ ഈ ഒരു സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി വരുന്നുണ്ട്. അപ്പോൾ സെയിൽസ് റിട്ടേൺ എന്നുള്ള വിൻഡോയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ സെയിൽസ് റിട്ടേൺ ഇതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ബട്ടൺസ് കൊടുത്തിട്ട് ആഡ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആഡ് ചെയ്ത് എന്ത് ചെയ്യാം, ഇൻ കേസ് ഡാമേജ് ഒക്കെ റിട്ടേൺസ് വന്നു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്ന ഓപ്ഷൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പർച്ചേസ് ആണ്. അപ്പോൾ പർച്ചേസിൽ ഇതുപോലെ തന്നെ ഒരു വിൻഡോ വരുന്നുണ്ട്. പർച്ചേസിൽ വരുന്നത് വെച്ചാൽ നമ്പർ 1 ഈസ് എ പർച്ചേസ് ബില്ലാണ്. പർച്ചേസ് ബില്ല് ക്ലിക്ക് ചെയ്യുക. പർച്ചേസ് ബില്ല് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ സെയിലിൻ്റെ മറ്റൊരു പർച്ചേസ് ഇവിടുന്ന് ആഡ് ചെയ്ത് വരാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പേയ്മെൻ്റ് ആണ്. പർച്ചേസ് നമുക്കറിയാം, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ്, അപ്പോൾ പേയ്മെൻറ്റ് ഔട്ട് എന്ന് പറയുന്നതിൽ ഇതേപോലെ തന്നെ ആഡ് പേയ്മെൻറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പർച്ചേസ് ഓർഡറാണ്.
പർച്ചേസ് ഓർഡറും ഇതുപോലെ തന്നെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു സോഫ്റ്റ്വെയറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പർച്ചേസ് ഓർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് ഇതിലേക്ക് ചെയ്യാൻ കാണിക്കും. പിന്നെ പർച്ചേസ് റിട്ടേൺ ആണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. പർച്ചേസ് റിട്ടേൺ, അതായത് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺ. ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റ് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പർച്ചേസ് ആഡ് ഡെബിറ്റ് നോട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് കൂടിയുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഐറ്റംസ് ഇവിടെ കാണിക്കുന്ന എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എക്സ്പെൻസസിൽ എന്തെങ്കിലും എക്സ്പെൻസസ് അഡീഷണൽ ആയിട്ട് വരുന്ന എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ ആ എക്സ്പെൻസും കൂടി ആഡ് ചെയ്യാനുള്ളൊരു ബട്ടണും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെക്കോർഡ് യുവർ ബിസിനസ് എക്സ്പെൻസ് ആൻഡ് നോൺ യുവർ റിയൽ പ്രോഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് എ ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ക്യാഷ് ആൻഡ് ബാങ്കിൽ ഇവിടെ നമുക്ക് ക്യാഷ് ആൻഡ് ബാങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബാങ്കിങ് വിത്ത് വ്യാപാർ എന്നുള്ള ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ആഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ബട്ടൺ, ആഡ് ദ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന സിസ്റ്റം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കണക്ട് ദി ബാങ്ക് ഓൺലൈനുമായിട്ട്, നിങ്ങളെ ബാങ്ക് ഓൺലൈനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം. ഗെറ്റ് എ ട്രാൻസാക്ഷൻസ് ആൻഡ് ബാലൻസ് ഇൻ എ റിയൽ ടൈം ഇൻ എ വ്യാപാർ ഫ്രോം യുവർ ബാങ്ക്. ആ ഒരു സിസ്റ്റം കൂടി ഇവർ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിസീവ് ഓൺലൈൻ പേയ്മെൻറ്റ്സ്, പ്രിൻറ്റ് QR കോഡ് ഓൺ യുവർ ഇൻവോയ്സ് ഓർ സെൻഡ് ദ പേയ്മെൻറ്റ്. അത് QR കോഡിലേക്ക് ഈ ഒരു സിസ്റ്റം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ പേയ്മെൻറ്റിൻ്റെ ആ ഒരു ബില്ലിലേക്കും കൂടി ജനറേറ്റ് ചെയ്യുന്ന മോഡലിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടണാണ് ഇവിടെ ആഡ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് കാണുന്നത് ഓൾറെഡി ഉള്ള ക്യാഷിൻ്റെ ഈ ഒരു ഭാഗത്ത് ഓൾറെഡി ക്യാഷ് ഉണ്ടെങ്കിൽ ആ ക്യാഷ് ഇവിടെ കാണിക്കുന്ന ഓട്ടോമാറ്റിക്കലി ഒരു സ്റ്റാറ്റസ് ഇവിടെ കാണിക്കുന്ന ഒരു മോണിറ്റർ ചെയ്യുന്നൊരു വിൻഡോ ഇവിടെ കാണാം. അതുപോലെ തന്നെ താഴെയായിട്ട് അഡ്ജസ്റ്റ് ദ ക്യാഷ് എന്ന് പറഞ്ഞൊരു ബട്ടണാണ്. അപ്പോൾ ഈ ബട്ടൺ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടണാണ് ഇവിടെ കാണുന്നത്. ആ ചെക്കിൻ്റെതും സെയിം, ദ പേയ്മെൻറ്റ് റിസീവ്ഡ് ത്രൂ ദ ചെക്സ് ഫോർ യുവർ ഇൻവോയ്സ് വിൽ ബി ഷോ ഹിയർ. അപ്പോൾ ഓൾറെഡി പേയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം ഷോ ചെയ്യുന്ന ഒരു ഓപ്ഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ചെക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ലോൺ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആഡ് യുവർ ഫസ്റ്റ് ലോൺ അക്കൗണ്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ആഡ് യുവർ ലോൺ അക്കൗണ്ട്സ് ആൻഡ് ട്രാക്ക് ലോൺ ട്രാൻസാക്ഷൻ ഓൾ അറ്റ് ദ വൺ പ്ലേസസ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഞാൻ ലോൺ ഓപ്ഷൻസൊക്കെ വളരെ ഇതിലാണ് കാണുന്നത്. അപ്പോൾ ലോൺ ഓപ്ഷൻസും ഒക്കെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറാണ്. ഓൺലൈൻ സ്റ്റോർ കൂടി ഇതിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൺലൈൻ സ്റ്റോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടെ മൈ ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞ് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഷെയർ ദ ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പ്രിവ്യൂ ഉണ്ട്, എഡിറ്റ് സ്റ്റോർ, ഇൻഫർമേഷൻ. അതുപോലെ ഷെയർ ഓൺലൈൻ സ്റ്റോർ, നമ്മൾ സ്റ്റോർ മറ്റ് വാട്സപ്പിലേക്കും അതുപോലെ മറ്റ് ഡിജിറ്റൽ മീഡിയയിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും ഒക്കെ തന്നെ ഷെയർ ചെയ്യുന്നതിനുള്ളൊരു ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ താഴെയായിട്ട് ഈ ഒരു വിൻഡോയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ്, ഓർഡേഴ്സ്, ഓൺലൈൻ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഓർഡറിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിൻ്റെ റിപ്പോർട്ട്സുകൾ, ഇവിടെ സെയിൽസ് ഏത് മാസം കൂടുതൽ നടന്നു എന്നൊക്കെ അറിയാനുള്ള ഡീറ്റെയിൽസ് കൂടി ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി താഴോട്ട് ഈ ഒരു സ്ക്രീനെ കുറച്ചും കൂടി താഴോട്ടാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ മാനേജ് ഐറ്റംസ് അതുപോലെ തന്നെ മറ്റ് ഐറ്റംസ് നമുക്ക് കാണാം. രണ്ട് ഓപ്ഷനായിട്ടാണ് സെയിൽസ്, ഓർഡർ. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം ഡാഷ്ബോർഡ്. ഇവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം ഡാഷ്ബോർഡ് എന്നുള്ളിടത്ത്. ഓക്കെ, ഡാഷ്ബോർഡിൽ നമുക്ക് ആ ഓപ്ഷൻസ്, ഓക്കെ, മാനേജ് ഐറ്റംസ്, മാനേജ് ഓർഡേഴ്സ് ആൻഡ് സ്റ്റോർ റിപ്പോർട്ട്സ്, ഇങ്ങനെ 3 സെക്ഷനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റോറിൻ്റെ വ്യൂ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓർഡേഴ്സ് ഒക്കെ ഇവിടെ നമുക്ക് തന്നെ കാണാൻ പറ്റും. ദെൻ മാനേജ് ഐറ്റം എന്ന് പറഞ്ഞൊരു ബട്ടണാണ് ഓൺലൈൻ സ്റ്റോറിൻ്റെ സെക്കൻഡ് വൺ ആയിട്ട് വരുന്നത്. മാനേജ് ഐറ്റംസിൽ ഐറ്റംസ് ആഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് കാണുന്നത്. കാറ്റഗറി എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. 1 by 1 ആയിട്ട് ഐറ്റംസ് ഇവിടെ ആഡ് ചെയ്യാം. ഇത് സാമ്പിൾ ഐറ്റംസ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാമ്പിൾ 1 by 1 ആയിട്ട് ആഡ് ഐറ്റംസ് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്ത് കാണാം, നമുക്ക് വ്യൂ ചെയ്യണോ വേണ്ടതെന്നൊക്കെയുള്ള. ഓക്കെ, ദെൻ മാനേജ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടണാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മാനേജ് ഓർഡേഴ്സിൽ ഓർഡർ എഗെയിൻസ്റ്റ് ആയി ചെയ്യുന്നതാണ്. അതിൽ ഒരു ബട്ടൺ ഷെയർ ദ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ ബട്ടണിലേക്ക് ഷെയർ യുവർ ഓൺലൈൻ സ്റ്റോർ ടു ഗെറ്റ് ഓർഡേഴ്സ്. ദെൻ അതുപോലെ തന്നെ അടുത്തതായിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർ റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ സ്റ്റോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട്സ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് സ്റ്റോർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റിപ്പോർട്ട്സ് ഈ ഒരു വിൻഡോയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അടുത്തായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ റിപ്പോർട്ട്സിൽ എല്ലാ സോഫ്റ്റ്വെയർ റിപ്പോർട്ട്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുന്നുണ്ട്. സെയിൽസ് റിപ്പോർട്ട്, പർച്ചേസ്, ഡേ ബുക്ക്, അതുപോലെ ഓൾ ട്രാൻസാക്ഷൻസ്, പ്രോഫിറ്റ്, P&L, ബിൽ വൈസ് പ്രോഫിറ്റ്,
ക്യാഷ് ഫ്ലോ, ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ സെക്കൻഡ് ട്രാൻസാക്ഷൻ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ പാർട്ടി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് പാർട്ടി സ്റ്റേറ്റ്മെൻറ്റ്, പാർട്ടി വൈസ് പ്രോഫിറ്റ് ആൻഡ് ഓൾ പാർട്ടീസ് ആൻഡ് പാർട്ടി റിപ്പോർട്ട് ബൈ ഐറ്റം, അതുപോലെ തന്നെ സെയിൽസ് പർച്ചേസ് ബൈ പാർട്ടി, സെയിൽസ് പർച്ചേസ് ബൈ പാർട്ടി ഗ്രൂപ്പ്. പിന്നെ തേർഡ് വൺ ആയിട്ട് ഇവിടെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ GST റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ GST റിപ്പോർട്ടിൽ GST 1, GST 2 ആൻഡ് GST 3B, അതുപോലെ GST 9 ആൻഡ് സെയിൽസ് സമ്മറി ബൈ HSN. ഇങ്ങനെ ആണ് ഇവിടെ GST റിപ്പോർട്ട്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഐറ്റം ആൻഡ് സ്റ്റോക്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ കാണിച്ചിരിക്കുന്നത് സ്റ്റോക്ക് സമ്മറി, അതുപോലെ ഐറ്റം സീരിയൽ റിപ്പോർട്ട്സ്, ഐറ്റം സീരിയൽ റിപ്പോർട്ട്സ് കഴിഞ്ഞാൽ ഇതെല്ലോ സ്റ്റോക്ക് സമ്മറി, അതുപോലെ സ്റ്റോക്ക് ഡീറ്റെയിൽസ്, ഐറ്റം ഡീറ്റെയിൽസ്, സെയിൽസ് ആൻഡ് പർച്ചേസ് റിപ്പോർട്ടഡ് ബൈ ഐറ്റം കാറ്റഗറി ആൻഡ് സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ട്സ് ബൈ ഐറ്റം കാറ്റഗറി ആൻഡ് ഐറ്റം വൈസ് ഡിസ്കൗണ്ട്സ്. അപ്പോൾ ഇത്രയാണ് റിപ്പോർട്ട്സിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ബിസിനസ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. അവിടെ 2 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഡിസ്കൗണ്ട്സ് റിപ്പോർട്ടും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ടാക്സ് റിലേറ്റഡ് ആയി ടാക്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷന് കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ടിൽ. GST റിപ്പോർട്ട്, GST റേറ്റ് റിപ്പോർട്ട്, ഫോം നമ്പർ 27EQ ആൻഡ് TCS റിസീവ് എന്ന് പറയുന്ന ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ആൻ എക്സ്പെൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. അതിൽ കൊടുത്തിരിക്കുന്നത് നമ്പർ 1 ഈസ് ആൻ എക്സ്പെൻസസ്, another one is an expenses category reported and expenses item report. ഇങ്ങനെ ഒരു 3 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെയിൽസ് ആർ പർച്ചേസ് ഓർഡർ റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് സെയിൽസ് പർച്ചേസ് ഓർഡർ ആൻഡ് സെയിൽസ് പർച്ചേസ് ഓർഡർ ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈ ലോണാണ്, ലോൺ സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയാണ് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സോഫ്റ്റ്വെയറിൽ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത് ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് ലെവലിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും ടോപ്പിൽ ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട് കട്ട് കീസുകളാണ് പറയുന്നത്. 3 കാറ്റഗറി ആക്ഷൻസ്, നാവിഗേഷൻ ആൻഡ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ 3 കാറ്റഗറീസാണ് ഷോർട്ട് കട്ട്സിനെ ചെയ്തത്. അപ്പോൾ ആക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കീസ് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നാവിഗേഷൻ റിലേറ്റഡ് ആയിട്ട്, ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ട്, ഇങ്ങനെ 3 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഷോർട്ട് കട്ട്സ് കീസിനെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം പൊതുവേ ഒരു മനോഹരമായ ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുവിധം അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ക്ലാസ്സുകൾ നെക്സ്റ്റ് ഡേ നമുക്ക് വീഡിയോസായിട്ട് പറയാവുന്നതായിരിക്കും. ഓക്കെ, ഇത് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓർഡേഴ്സ്, നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ പരമായിട്ട് എന്തെങ്കിലും ഓർഡേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് തരാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.